ഹായ് ഹലോ ലേൺ വിത്ത് ആയുഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടി നിങ്ങളെ രഹസ്യമായിട്ട് പ്രണയിക്കുന്നു എങ്കിൽ അവള് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യവും ഓർത്ത് വയ്ക്കും. നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ജെനുവിൻ ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കും. തുടങ്ങി പല സൈനുകൾ വേറെയുമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമുക്ക് വന്നിരിക്കുന്ന കുറച്ച് കമൻറ്റുകളുണ്ട്. അതിൽ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് കമൻറ്റിനുള്ള റിപ്ലൈ കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. മാക്സിമം ഞാൻ വീഡിയോൻ്റെ ലെങ്ത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം. എനിക്കറിയില്ല വീഡിയോൻ്റെ ലെങ്ത് കൂടുമെന്ന്. എന്തായാലും നമുക്ക് നമ്മുടെ ഫസ്റ്റ് കമൻറ്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് കമൻറ്റ് ഇതാണ്. ഞാനൊന്ന് വായിച്ചു കൂടി കേൾപ്പിക്കാം. എനിക്ക് ഒരു കുട്ടിയെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് കഷണ്ടി ഉണ്ട്. അവൾ എന്നെ അതുകൊണ്ട് വേണ്ട എന്ന് വെക്കുമോ? പ്ലീസ് റിപ്ലൈ. ഇതായിരുന്നു കേട്ടോ ഒരു കമൻറ്റ്. അപ്പോൾ ഇതിനുള്ള ഉത്തരം ഞാൻ എന്താ പറയുക, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഒരു പെൺകുട്ടിക്ക് ഒരാൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്ന പല കാര്യങ്ങളുണ്ടാവാം. അതായത് ചിലർക്കാണെങ്കിൽ മുടി നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ചിലർക്ക് ഹൈറ്റ്, ചിലർ പല്ല്, ചിരി തുടങ്ങി പല പല കാര്യങ്ങളായിരിക്കും ഗേൾസ് നോക്കുന്നത്. ഇപ്പോൾ ബോയ്സ് ആണെങ്കിലും അതേപോലെ തന്നെയല്ലേ. ഒരു പെൺകുട്ടീനെ കണ്ട് ഇഷ്ടപ്പെടുമ്പോഴത്തേക്കും അവരുടെ കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെയാണ് ഗേൾസും. അതുകൊണ്ട് ആ ഒരു കുട്ടിക്ക് ഇപ്പം പറഞ്ഞിരിക്കുന്ന ആൾക്ക് കഷണ്ടി ഉണ്ട്, അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമാകുമോ എന്നാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അത് ആ ഒരു കുട്ടിയോട് ചോദിച്ചാൽ മാത്രമാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ. കാരണം പലർക്കും പല പല സങ്കല്പങ്ങളാണ്. അതേപോലെ തന്നെ നമ്മളിപ്പം സോഷ്യൽ മീഡിയാസിലൊക്കെ കാണാറുണ്ടല്ലോ, മുടിയുള്ളവർ മുടിയില്ലാത്തവരൊക്കെ റിലേഷൻഷിപ്പിലാകുന്നത്, കല്യാണം കഴിക്കുന്നതൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അതറിയണമെങ്കിൽ ആ ഒരു കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ആ ഒരു കുട്ടിയുടെ ഇഷ്ടം എന്താണെന്ന് ആ ഒരു കുട്ടിക്ക് അറിയാവുള്ളൂ. അല്ലാതെ അവളുടെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയാനുള്ള ഒരു വഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ഇഷ്ടം ഉണ്ടെങ്കിൽ മാക്സിമം ആ ഒരു കുട്ടിയോട് ചോദിച്ച് നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ചോദിക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഈ ഒരു കമൻ്റ് ആണെങ്കിൽ തന്നെയും ഈ ചോദിച്ചേക്കുന്ന ആളുടെ പേര് ഞാൻ ഹൈഡ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫുൾ അങ്ങനെയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ തൊട്ട് ഇങ്ങനെ കമൻറ്റ് ചോദിക്കുന്നവരുടെ പേര് കാണണോ, അങ്ങനെ കാണണം എന്ന് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയാമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഈ ഒരു കമൻറ്റ് ചോദിക്കുന്ന ആളുകളുടെ പേരും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു പോയിന്റ് കൂടി നോക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത കമൻറ്റിലേക്ക് പോകാം. അതായത് ഒരു പെൺകുട്ടി നിങ്ങളെ രഹസ്യമായിട്ട് പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഐ കോണ്ടാക്റ്റ് ആണ്. അതായത് ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ, അതായത് ഒരു പെൺകുട്ടി നിങ്ങളെ രഹസ്യമായിട്ട് പ്രണയിക്കുന്നു എങ്കിൽ അവൾ പല സ്ഥലങ്ങളിൽ നിന്നിട്ട് നിങ്ങളെ നോക്കും. നിങ്ങളുടെ ഓരോ ചലനങ്ങൾ, അതേപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സ്വഭാവ രീതി തുടങ്ങി എല്ലാ കാര്യവും ആ ഒരു പെൺകുട്ടി നോക്കി നിന്ന് പഠിക്കും. ഇത് നല്ലൊരു സൈനാണ്. അതായത് ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി എപ്പോഴും നിങ്ങളെ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങളോട് ചെറിയൊരു ക്രഷ് ഉണ്ട് എന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കമൻറ്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ കമൻറ്റ് ഇതാണേ. ഇത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ബസ് സ്റ്റോപ്പിൽ ഒരു കുട്ടി എന്നെ കാണുമ്പോൾ ബഹളി പിടിച്ച പോലെ കാണിക്കുന്നു. എന്നാപ്പ. ഇതായിരുന്നു കമൻറ്റ്. ഈ ബഹളി പിടിക്കുക അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം ടെൻഷൻ അല്ലെങ്കിൽ പേടി അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇതൊരു പോയിൻ്റായിട്ട് പറയാൻ വെച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ മുമ്പിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും പെരുമാറുന്നത്. അതായത് നിങ്ങളുടെ അടുത്ത് കുറച്ചൊരു കുസൃതി, അല്ലെങ്കിൽ ഒരു തമാശ, അല്ലെങ്കിൽ കുറച്ചൊരു ക്യൂട്ട്നെസ് ഒക്കെ കാണിക്കും. അതായത് നമ്മൾ പറയില്ലേ, ക്യൂട്ട്നെസ് വാരി വിതറുക എന്ന്. അങ്ങനെ മറ്റുള്ള ആളുകളോട് പെരുമാറുന്നതിലും നിന്നും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നിങ്ങളോട് പെരുമാറുന്നത്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ടാവാൻ ഉള്ള ചാൻസ് കൂടുതലാണ് എന്നതാണ്. പിന്നെ ഈ ഒരു പോയിന്റ് വെച്ച് മാത്രം നമുക്ക് ആ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. കുറേ അധികം പോയിന്റുകൾ നോക്കുക, കുറേ അധികം സൈനുകളൊക്കെ ഒരേപോലെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് കൺഫേം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പേഴ്സണൽ സ്റ്റോറീസ് ആൻഡ് ഫീലിങ്സ് ഷെയറിംഗ് ആണ്. അതായത് ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി നിങ്ങളെ രഹസ്യമായിട്ട് പ്രണയിക്കുന്നു എങ്കിൽ
അവൾ അവളുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യും. അതായത് ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ അത്രമാത്രം വിശ്വാസമാണ്. അതുകൊണ്ട് അവളുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു പെൺകുട്ടി നിങ്ങളോടത് ഓപ്പണായിട്ട് പറയും. ഇങ്ങനെ ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നതാണ്. ഇനി മൂന്നാമത്തെ നമ്മുടെ പോയിന്റ് എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്നത് കോണ്ടാക്റ്റ് ആണ്. അതായത് ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എങ്കിൽ ആ ഒരു പെൺകുട്ടി തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഒരു കാര്യം ഉണ്ടാക്കും. അതായത് ഇപ്പോൾ ടെക്സ്റ്റിങ്ങോ അല്ലെങ്കിൽ കോളിങ്ങോ ഡെയിലി ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് സംസാരിക്കണം. അതിന് വേണ്ടിയിട്ട് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ വിളിക്കുക, സംസാരിക്കുക ഒക്കെ ചെയ്യും. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങളൊരു ഇഷ്ടമുണ്ട് എന്നതാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കമൻറ്റ് ഇനി എന്താണെന്ന് നോക്കാം. നമ്മുടെ മൂന്നാമത്തെ കമൻറ്റ് ഇതാണ്. ഞാനൊന്ന് വായിച്ചും കൂടി കേൾപ്പിക്കാം. എനിക്ക് നല്ല ബോഡിയുണ്ട്. എൻ്റെ മസിൽ കണ്ടാൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് എന്നോട് ഇഷ്ടം തോന്നുമോ? എന്താ അഭിപ്രായം? ഇതാണ് ആ കമൻറ്റ്. ഇതിലിപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ഓൾറെഡി ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ തന്നെ പറഞ്ഞു, ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സും കാര്യങ്ങളാണ്. ഇപ്പം ഗേൾസ് ആണെങ്കിലും ഒരുപാട് പേര് ജിമ്മിലൊക്കെ പോകുന്നവരുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ ജിമ്മിൽ അതായത് അത്യാവശ്യം മസിലും അല്ലെങ്കിൽ ബോഡി ഒക്കെ ഉള്ളവരെ ഇഷ്ടമാണ്. പക്ഷേ ചില ഗേൾസിന് അങ്ങനെ ബോഡി അല്ലെങ്കിൽ മസിൽ ഇതൊന്നും ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ, ഓരോരുത്തരുടെയും ചോയ്സും ഡിഫറെൻ്റാണ്. അതുകൊണ്ട് ഇപ്പം മസിലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നല്ല ബോഡി ഉണ്ട്, ആ ഒരു കുട്ടിക്ക് ഇഷ്ടമാണോ എന്നാണ് അറിയേണ്ടത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു കുട്ടീനെ ഇഷ്ടമാണെങ്കിൽ ആ ഒരു കൊച്ചിനോട് ഓപ്പണായിട്ട് ചോദിക്കുക, ഇങ്ങനെ എനിക്കൊരു താല്പര്യമുണ്ട്, എന്നെ ഇഷ്ടമാണോ എന്ന് ആ ഒരു കുട്ടിയോട് ഓപ്പണായിട്ട് ചോദിക്കുക. അല്ലാതെ ഒരു ഇഷ്ടമുണ്ട് അത് മനസ്സിൽ കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അവർക്ക് ഓക്കെ ആണെങ്കിൽ മുമ്പോട്ട് പോവുക, ഇല്ലെങ്കിൽ അതവിടെ വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യുക. അല്ലാതെ നമ്മളോട് ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. പലർക്കും പല പല കൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടി ചിന്തിക്കുക. എല്ലാവരും ഡിഫറെൻ്റാണ്, പല പല ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഓപ്പണായിട്ട് അവരോട് ചോദിക്കുക, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നാലാമത്തെ പോയിൻ്റ് എന്താണെന്ന് നോക്കാം. ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ് ആണ്. അതായത് ഒരു പെൺകുട്ടി നിങ്ങളെ രഹസ്യമായിട്ട് പ്രണയിക്കുന്നു എങ്കിൽ ആ ഒരു പെൺകുട്ടി ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങളെ എപ്പോഴും എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെയാണ്. നിങ്ങളെക്കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കുന്ന കാര്യം നിങ്ങൾക്ക് പറ്റും അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുട്ടി മാക്സിമം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, എന്നിട്ട് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ രഹസ്യമായിട്ട് പ്രണയിക്കുന്നുണ്ട് എന്നതാണ്. ഇനി നമുക്കൊരു കമൻറ്റും കൂടി നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാൻ നടക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, ഇതുപോലത്തെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവർ, അവർക്ക് ഒരു വീഡിയോ ഷെയർ കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത കമൻറ്റ് കൂടി ഞാനൊന്ന് വായിക്കാം. ഒരു കുട്ടി എന്നെ സ്ഥിരമായിട്ട് ഓളുടെ ഫ്രണ്ട്സിനെ കാട്ടി കൊടുക്കുന്നു. സംസാരിക്കാൻ പോയാൽ ഓള് മിണ്ടില്ല. ഓൾക്ക് എന്നെ ഇഷ്ടമാണോ? ഇതാണ് ആ കമൻറ്റ്. അപ്പോൾ ഒരു പെൺകുട്ടി നിങ്ങളെ സ്ഥിരമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമായിട്ട് നോക്കാം, അല്ലെങ്കിൽ വെറുതെ നോക്കുന്നതും ആവാം. ചില പെൺകുട്ടികളുണ്ട് ഇങ്ങനെ ഒരു ഏജൊക്കെ ആകുമ്പോഴത്തേക്കും മറ്റുള്ളവരിങ്ങനെ കളിയാക്കുക, അതായത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിന്നിട്ട് ഇങ്ങനെ കളിയാക്കുക, ഓരോ പേരുകളൊക്കെ ഇടുക, അങ്ങനെ വായി നോക്കുന്നില്ലേ അത് തന്നെ. ഇപ്പോൾ ബോയ്സ് വായി നോക്കുന്ന പോലെ തന്നെ ഗേൾസും വായി നോക്കാറുണ്ട്. അതിപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ കൂടുതലും നോക്കത്തേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ വായി നോക്കുന്ന ടൈമിൽ നിങ്ങളെന്തെങ്കിലും കാണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നടന്നു പോകുമ്പോൾ വല്ല അതായത് ഇപ്പോൾ കൈ ആട്ടിയായിട്ട് നടക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നടന്നു പോയപ്പോൾ എന്തെങ്കിലും തെന്നി വീഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഇതൊരു ഉദാഹരണമാണ്, ആ ഒരു പെൺകുട്ടികൾ പിന്നെ നിങ്ങളെ കാണുമ്പോഴത്തേക്കും അത് ഓർക്കുകയും നോക്കുകയും ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമായിട്ട് നോക്കാം. അതായത് ഒന്നില്ലെങ്കിൽ ഇഷ്ടമായിട്ട് നോക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു റൂമറോ കാര്യങ്ങളൊക്കെ കേട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടിയിട്ടോ ഒക്കെ നോക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് സ്ഥിരമായിട്ടൊരു കുട്ടി നോക്കി എന്നും വിചാരിച്ചിട്ട് ആ ഒരു കുട്ടിക്ക് നിങ്ങളോട് പ്രണയം ഉണ്ടാവണം എന്നൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള സൈനുകളും കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കുട്ടിയോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പോയിൻ്റ് എന്താണെന്ന് നോക്കാം. അഞ്ചാമത്തെ നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത് വാണ്ട്സ് ടു നോ സംതിങ് എബൌട്ട് യു. അതായത് ഒരു പെൺകുട്ടി നിങ്ങളെ രഹസ്യമായിട്ട് പ്രണയിക്കുന്നുണ്ട് എങ്കിൽ
ആ ഒരു പെൺകുട്ടിക്ക് ജെന്യുവനായിട്ട് നിങ്ങളുടെ ലൈഫിൽ താല്പര്യം ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പെൺകുട്ടി ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കും. അതായത് നിങ്ങളിപ്പോൾ ഹയർ സ്റ്റഡീസിന് പോകുകയാണ്. നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. എന്നാൽ ആ ഒരു പെൺകുട്ടി മോട്ടിവേറ്റ് ചെയ്യുന്നു. അതായത് ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ ലൈഫിൽ ജെന്യുവനായിട്ടൊരു ഇൻട്രസ്റ്റ്, ഒരു താല്പര്യം കാണിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു കമൻറ്റും കൂടി ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടോ? അതോ നമ്മളിപ്പം കറക്റ്റ് ആ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതിയോ? അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണോ എന്നും കൂടി നിങ്ങളൊന്ന് അഭിപ്രായം പറയുക. അപ്പോൾ എന്താണ് അഭിപ്രായം എന്ന് നിങ്ങൾ എന്താണെങ്കിലും അറിയിക്കുക കേട്ടോ. അപ്പോൾ കമൻറ്റ് ഇങ്ങനെ ഇടയ്ക്ക് നമ്മളിങ്ങനെ നോക്കണ്ട, പോയിന്റ് മാത്രം മതി, അതോ ഇങ്ങനെ കമൻറ്റും പോയിന്റും എല്ലാം കൂടി നോക്കിയിട്ട് വീഡിയോ ചെയ്യണോ? ഈ കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി എന്താണെങ്കിലും അറിയിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.